ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, ഇപ്പോൾ നമ്മൾ PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും, അതായത് ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എടുക്കുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആദ്യത്തെ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന PSC ചോദ്യങ്ങൾ, ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ തരും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം എന്ന് പറയുന്ന ഈ രണ്ട് ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ SCERT പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ഇതുവരെ PC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൗരത്വമാണ് കേട്ടോ. പൗരത്വമാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പൗരത്വത്തിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു പോകാം. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റ്, ഇപ്പം എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചവത്സര പദ്ധതികളും പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളിലെ ഭൂമിശാസ്ത്രമായിട്ടുള്ള വിവരങ്ങൾ, ഇപ്പോൾ അതിർത്തികളും രേഖകളും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്ക് PYQ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10ാമത്തെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റ്, ഓരോ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിനിടയിലായിട്ട് തന്നെ ഞാൻ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള PYQ തരാം. അതായത് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അതായത് 2019 വരെയുള്ള പേപ്പേഴ്സ് വരെ നമ്മൾ എന്തായാലും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ചെയ്യും. അതുപോലെ തന്നെ ഓരോ എക്സാം, ഇപ്പോൾ നമുക്ക് PYQ അതിനുശേഷം നമുക്ക് PYQ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു പോകാം. അപ്പോൾ എല്ലാം ഫുൾ റിവിഷനാണ്, PYQ റിവിഷനാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മോഡൽ പേപ്പേഴ്സ് ഒക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും ഇപ്പോൾ തൊഴിൽ വാർത്തയിൽ നിന്നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളും ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് SCERT ക്ലാസ്സുകളില്ലേ, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഇനി 10th പ്രിലിംസ് എക്സാം, അതിൻ്റെ മെയിൻസ് എക്സാം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറേ എക്സാമുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്സുകളൊക്കെ. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സാണ് ആദ്യം എടുക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ വേൾഡ് ജോഗ്രഫിയും വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൗരത്വമാണ്. പൗരത്വം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 2ലാണ് അല്ലേ. പാർട്ട് 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. പാർട്ട് 2ആണ്. ഇനി ഏതാണ് ആർട്ടിക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അല്ലേ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? നഷ്ടപ്പെടുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 രീതികളാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്, 3 രീതികൾ. ഏതൊക്കെയാണ് നഷ്ടപ്പെടുന്ന മാർഗങ്ങൾ? ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് പരിത്യാഗം. എന്താണ് പരിത്യാഗം? പരിത്യാഗം എന്ന് വെച്ചാൽ ഇപ്പം സ്വയം വേണ്ടെന്ന് വെക്കില്ലേ, അതാണ് പരിത്യാഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആണെങ്കിൽ നിർത്തലാക്കൽ. ഓക്കെ, നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും അല്ലേ. നിർത്തലാക്കൽ. പിന്നെ ഉള്ളത് പൗരത്വ അപഹരണം. പൗരത്വ അപഹരണം എന്താണ്? പൗരത്വ അപഹരണം. ഇങ്ങനെ 3 രീതികളിലൂടെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. അപഹരണം. അപ്പം നഷ്ടപ്പെടുന്ന മാർഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 3 എണ്ണമാണ്. ഒന്ന് പരിത്യാഗം, 2 നിർത്തലാക്കൽ, 3ാമത്തേത് പൗരത്വ അപഹരണം. ഇനി നമുക്ക് ചോദിക്കാം എത്ര മാർഗങ്ങളിലൂടെയാണ് പൗരത്വം ലഭിക്കുന്നതെന്ന്. പൗരത്വം ലഭിക്കുന്ന മാർഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടോ. 5 മാർഗങ്ങളാണ് പൗരത്വം ലഭിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ 5 മാർഗങ്ങളാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? പാർട്ട് 2ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ. ഇനി ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 രീതികളിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. ഏതൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കൽ, അതുപോലെ തന്നെ എന്താണ് പൗരത്വ അപഹരണം. ഇനി ലഭിക്കുന്ന മാർഗങ്ങളോ? 5 മാർഗങ്ങളാണ് ലഭിക്കുന്ന മാർഗങ്ങളുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? പരിത്യാഗം പറഞ്ഞു അല്ലേ? പരിത്യാഗം, പൗരത്വാപഹാരം, ആർജിത പൗരത്വം. അത് വരുന്നുണ്ടോ? ആർജിത പൗരത്വം വരുന്നില്ല. നിർത്തലാക്കൽ. ഇവ 3ആണ് ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വാപഹാരം. ആൻസർ വരുന്നത് ഓപ്ഷൻ 1, 2, 4 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. അത് ശരിയാണ്. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അത് ശരിയാണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റാണ്. ഭാഗം 2-ലാണ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഏതാണ് ഭാഗം 3 വരുന്നത്? ഏതാണ്? മൗലിക അവകാശങ്ങളാണ് ഭാഗം 3-ൽ വരുന്നത്. ഭാഗം 2-ലാണ് ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരം ഉള്ളത്. അത് ശരിയാണ്. ഇത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11-ലാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ്, അതായത് പൗരത്വാവകാശം നിയമം മൂലം നിയന്ത്രിക്കാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 11ആണ്. ഇനി ആർട്ടിക്കിൾ 9 എന്നാ പറയുന്നത്? ആർട്ടിക്കിൾ 9-ലാണ് ഏക പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഏക പൗരത്വം, അതായത് ഒരാൾക്ക് ഒരു പൗരത്വം പാടുള്ളൂ, അതാണ് പറയുന്നത് ഏക പൗരത്വം. ആർട്ടിക്കിൾ 9-ലാണ് പറയുന്നത്. ഇപ്പോൾ 2 ആർട്ടിക്കിൾ പഠിച്ചു. ആർട്ടിക്കിൾ 9 എന്ന് വെച്ചാൽ ഏക പൗരത്വമാണ്. ആർട്ടിക്കിൾ 11 എന്ന് വെച്ചാൽ പൗരത്വാവകാശം നിയമം മൂലം നിയന്ത്രിക്കാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഇനി പാർട്ട് 2-ലാണ് പറയുന്നത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നഷ്ടപ്പെടുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? എത്ര വിധത്തിൽ നഷ്ടപ്പെടാം? 3 അല്ലേ? 3 വിധത്തിൽ നഷ്ടപ്പെടാം. 5 വിധത്തിൽ സ്വീകരിക്കാം. അപ്പോൾ 5 വിധത്തിലാണ് ലഭിക്കുന്ന മാർഗ്ഗങ്ങൾ 5 എണ്ണമാണ്. ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. അപ്പം ഇതാണ് പ്രദേശ സംയോജനത്തിലാണ് എന്ത് വരുന്നത്? ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ഇന്ത്യയോട് കൂടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് പ്രാദേശിക സംയോജനത്തിൽ വരുന്നതാണ്. അപ്പോൾ 5 വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നത്. ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. ഇനി ഇഷ്ടപ്പെടുന്ന മാർഗ്ഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായിട്ട് വന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3-മത്തെയാണ് തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൗരത്വത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരനും വിദേശികൾക്കും ബാധകമാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. നെക്സ്റ്റ് വരുന്നത് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ. വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ വിദേശികൾക്ക് വോട്ടവകാശമില്ല. എവിടേക്കുള്ള? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. അപ്പോൾ പ്രസ്താവന 2 ശരിയായിട്ട് വന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 2 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജന്മസിദ്ധമായ പൗരത്വം ശരിയാണ്. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ശരിയാണ്.
രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഇവയെല്ലാം എന്താണ്? പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര വിധത്തിലാണ് ലഭിക്കുന്നത്? 5 വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, പിന്നെന്താണ്? ചിരകാല താമസം വഴി, പിന്നെ പ്രദേശ സംയോജനം വഴി. അങ്ങനെ 5 വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നത്. പൗരത്വം ലഭിക്കുന്ന മാർഗങ്ങൾ 5 എണ്ണമാണ്. ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. അപ്പം ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയെ പറയുന്ന ഏത് രീതിയിലൂടെയാണ് ലഭിക്കുന്നത്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ്. അപ്പോൾ എന്നാണ് ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത്? ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത് 1955 1955 ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത്. 5 വിധേനയാണ് ലഭിക്കുന്നത്. 3 മാർഗങ്ങളിലൂടെയാണ് നഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 7 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. അത് ശരിയാണ്. OCI എന്ന് വെച്ചാൽ എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2ാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എത്ര മുതലാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അല്ലേ? 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1, 2, 4 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. BSCയുടെ ആൻസർ കീ പ്രകാരം ഫുള്ളും ശരിയെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ആൻസർ കീയിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ OCI എന്ന് വെച്ചാൽ എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എത്രാമത്തെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ. ഭാഗം 2 ആണ്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 5 മുതൽ 11 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PVQ എടുക്കുമ്പോൾ കുറച്ചധികം കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ പൗരത്വമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2023 വരെ, ഇപ്പോൾ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നോക്കുന്നത്. 140/24 എന്ന് പറയുന്ന കാറ്റഗറി കോഡാണ് കേട്ടോ. അതായത് LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2026 മുതൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇനിയും എല്ലാ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകളും ചെയ്യുക കേട്ടോ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണല്ലോ. പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. എത്ര രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ് അല്ലേ. അപ്പോൾ അത് തെറ്റായിട്ട് വന്നു. ഇനി 1955 പൗരത്വ നിയമം വന്നതെന്നറിയാലോ. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. അത് ശരിയാണ് അല്ലേ. 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്.
1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. എത്ര വഴിയാണ് പൗരത്വം നേടാനായിട്ട് പറ്റുന്ന 5 മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തെറ്റ്. 3 രീതി എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. 5 രീതിയാണ്. അപ്പോൾ ശരിയായിട്ട് വരുന്ന ഇതാണ് 1ഉം 3ഉം ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പൗരത്വത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1955 പൗരത്വ നിയമം നിലവിൽ വന്നത് അല്ലേ. പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് വരുന്നത്. ആർട്ടിക്കിൾ 9 എന്താ പറയുന്നത്, ഏക പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 11 പൗരത്വാവകാശ നിയമം മൂലം നിയന്ത്രിക്കുവാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. ഇനി എത്ര വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 5 വിധത്തിൽ ലഭിക്കാം. അതുപോലെ തന്നെ 3 വിധത്തിൽ നഷ്ടപ്പെടാം. 5 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 5 എണ്ണാണെന്നുണ്ടെങ്കിൽ ജനനം വഴി, പിന്തുടർച്ച വഴി, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വഴി, ചിരകാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. ഇനി നഷ്ടപ്പെടുന്നതോ പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. പിന്നെ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പൗരത്വ അപഹരണം എന്ന് പറയുമ്പോൾ 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പൗരത്വ അപഹരണം ഇന്ത്യക്ക് പുറത്ത് 7 വർഷമാണ് താമസിച്ചിരിക്കുന്നതെങ്കിൽ പൗരത്വം നഷ്ടപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വഴിയാണ്. ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരനല്ലാത്തപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ പൗരത്വം ലഭിക്കുന്നത് എന്ത് വഴിയാണ്? രജിസ്ട്രേഷൻ വഴിയാണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പൗരത്വത്തെക്കുറിച്ച് നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത്? ആ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 11 അനുച്ഛേദം 11 പൗരത്വം നേടുന്നതിനും അവസാനിപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളിലും നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? പാർലമെൻറ്റ് അധികാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1955 പൗരത്വ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് പൗരത്വം നേടാനുള്ള മാർഗമല്ലാത്തത്? ജന്മം കൊണ്ട്, വംശം, പരമ്പരയാൽ, വിവാഹത്തിലൂടെ, സ്വാഭാവികവൽക്കരണത്തിലൂടെ. ഏതാണ് പൗരത്വം നേടാനുള്ള മാർഗമല്ലാത്തത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. വിവാഹത്തിലൂടെയാണ്. വിവാഹം നേരിട്ട് പൗരത്വം നൽകുന്നില്ല. പക്ഷേ ഒരു ഇന്ത്യൻ പൗരന് വിവാഹം കഴിക്കുകയും അത് അപേക്ഷിക്കുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്ത വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കൂ. അപ്പോൾ ഈ 5 മാർഗ്ഗങ്ങളിൽ എന്ത് വരുന്നില്ല? വിവാഹം വരുന്നില്ല. ഏതൊക്കെയാണ് വരുന്നത്? ജന്മം കൊണ്ട് അല്ലേ, പിന്നെ പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് രജിസ്ട്രേഷനിലാണ് വരുന്നത്. അതും 7 വർഷം അല്ലേ. എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം? 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായാൽ മാത്രമാണ് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇന്ത്യൻ പൗരൻ സ്വമേധയാ മറ്റൊരു രാജ്യത്തെ പൗരത്വം നേടുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഒരു ഇന്ത്യൻ പൗരനാണ്, അദ്ദേഹം വേറൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി. അയാളുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേവ അവസാനിക്കുന്നു. അതായത് നമുക്കറിയാം 3 വിധേനയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് പരിത്യാഗം, നിരസിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. 2 നിർത്തലാക്കലാണ് അല്ലേ. വേറെ നിർത്തലാക്കൽ എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കൽ അല്ലെങ്കിൽ നിർത്തലാക്കൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? വേറൊരു രാജ്യത്തിൻ്റെ പൗരത്വം നേടാണ്. അപ്പോൾ ഇവിടെ നിർത്തലാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ പൗരത്വ അപഹരണം ഒക്കെ വരാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അയാളുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേ അവസാനിക്കുന്നു. 1955 പൗരത്വ നിയമത്തിലെ അവസാനിപ്പിക്കൽ എന്ന വ്യവസ്ഥ പ്രകാരം ഒരു ഇന്ത്യൻ പൗരൻ സ്വമേധയാ മറ്റൊരു രാജ്യത്തെ പൗരത്വം നേടുമ്പോൾ അയാളുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേവ അവസാനിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരു കുട്ടിക്ക് ജന്മം കൊണ്ട് പൗരത്വം ലഭിക്കണമെങ്കിൽ താഴെ പറയുന്ന ഏത് വ്യവസ്ഥയാണ് പാലിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ പൗരനും മറ്റൊരാൾ അനധികൃത കുടിയേറ്റക്കാരനും ആകരുത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 2004 ഡിസംബർ 3 ശേഷമോ ഇന്ത്യയിൽ ജനിച്ച കുട്ടിക്ക് പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒന്നില്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ പൗരനും മറ്റൊരാൾ അനധികൃത കുടിയേറ്റക്കാരനും ആകരുതെന്ന് പറയുന്ന ഓപ്ഷനാണ് റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാളും അതായത് മാതാപിതാക്കൾ 2 ആളും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾക്ക് താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഇല്ലാത്തത്? OCI കാർഡ് ഉടമകൾക്ക് ഏത് അവകാശമാണ് ഇല്ലാത്തത്?
OCI കാർഡ് ഉടമകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഭരണഘടനാപരമായ പദവികൾ വഹിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നില്ല. പൊതു തൊഴിലവസരങ്ങളിലെ തുല്യത, ഇവ മൂന്നുമാണ് OCI കാർഡ് ഉടമകൾക്ക് ലഭിക്കാത്തത്. ഇന്ത്യയിലേക്ക് ആജീവനാന്ത വിസ ശരിയാണ് ലഭിക്കും. അതുപോലെ തന്നെ FRRO രജിസ്ട്രേഷനിൽ നിന്നുള്ള ഒഴിവാക്കൽ, മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ പർപ്പസ് സന്ദർശനം, ഇവയൊക്കെ എന്താണ് OCI കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ലഭിക്കാത്ത 3 അവകാശങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. ഒന്ന് പൊതു തൊഴിലവസരങ്ങളിൽ ലഭ്യത, പിന്നെ വോട്ടവകാശം, ഭരണഘടനാപരമായ പദവികൾ വഹിക്കാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടന ഡേഷ് പൗരത്വമാണ് വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏത് പൗരത്വമാണ്? ഏക പൗരത്വമാണെന്ന് പറഞ്ഞു. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 9 ഏക പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. US പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ ഭരണഘടന ഒരൊറ്റ പൗരത്വമാണ് വിഭാവനം ചെയ്യുന്നത്. അതായത് എല്ലാ പൗരന്മാരും ഇന്ത്യയുടെ പൗരന്മാരാണ്, സംസ്ഥാനങ്ങളുടെ പൗരന്മാരല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യക്തിക്ക് സ്വാഭാവികവൽക്കരണത്തിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ളൊരു യോഗ്യതയാണ് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഒരു ഭാഷയിൽ മതിയായ അറിവുണ്ടായിരിക്കുക എന്നത്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ് ഈ പ്രസ്താവന. 1955 പൗരത്വ നിയമപ്രകാരം സ്വാഭാവികവൽക്കരണത്തിലുള്ള യോഗ്യതകളിൽ ഒന്ന് പറയുന്നത് 8ാം ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ ഒരു ഭാഷയിലെ മതിയായ അറിവുണ്ടായിരിക്കുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ ഒരു വ്യക്തിയുടെ പൗരത്വം നിർബന്ധിതമായി റദ്ദാക്കുന്നതിനുള്ള ഒരു കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏത് പ്രകാരമാണ് ഒരു വ്യക്തിയുടെ പൗരത്വം നിർബന്ധിതമായി റദ്ദാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. പൗരൻ ഭരണഘടനയോട് കൂറില്ലായ്മ കാണിച്ചാൽ പൗരത്വം നഷ്ടപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PIO കാർഡ് പദ്ധതിയും OCI കാർഡ് പദ്ധതിയും ലയിപ്പിച്ച് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ പദ്ധതി ഉണ്ടാക്കിയ വർഷം ഏതാണ്? അതായത് 2 കാർഡ്, PIO കാർഡുണ്ട്, OCI കാർഡുണ്ട്. ഇത് രണ്ടും കൂടി സംയോജിച്ച് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ തയ്യാറാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ സി ആണ്. 2015. 2015 പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണ് ഈ PIO കാർഡും OCI കാർഡും കൂടി ലയിപ്പിച്ചിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ പദ്ധതി ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് എത്ര വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കണം? എത്ര വർഷമാണെന്ന് പറഞ്ഞു? 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആർക്കാണ് ജന്മം കൊണ്ട് ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയാത്തത്? ജന്മം കൊണ്ട് ലഭിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലെ വിദേശ നയതന്ത്രജ്ഞരുടെ കുട്ടികൾ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം താഴെ ജന്മം കൊണ്ട് ലഭിക്കുന്നത്? 1980 ഇന്ത്യയിൽ ജനിച്ച ഓസ്ട്രേലിയൻ ദമ്പതികളുടെ കുട്ടി, 1990 ഇന്ത്യയിൽ ജനിച്ച പിതാവ് ഇന്ത്യനും മാതാവ് ബ്രിട്ടീഷുകാരിയുമായ കുട്ടി, 2005 ഇന്ത്യയിൽ ജനിച്ച മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായ കുട്ടി. ഇവർക്കൊക്കെ എന്താണ്? ജന്മം വഴി ഇന്ത്യൻ പൗരത്വം നേടാം. ഇന്ത്യയിലെ വിദേശ നയതന്ത്രജ്ഞരുടെ കുട്ടികൾക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ശത്രു രാജ്യക്കാരുടെയും കുട്ടികൾക്ക് ജന്മം കൊണ്ട് പൗരത്വം നേടാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, അനധികൃത കുടിയേറ്റക്കാരൻ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? സാധുവായ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വിദേശി അനധികൃത കുടിയേറ്റക്കാരനാണ്. അനുവദിച്ച കാലയളവിനപ്പുറം ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശിയും ആര് തന്നെയാണ്? അനധികൃത കുടിയേറ്റക്കാരനാണ്. അപ്പം അനധികൃത കുടിയേറ്റക്കാരൻ എന്നത് പാസ്പോർട്ട്, വിസ തുടങ്ങിയ സാധുവായ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച അല്ലെങ്കിൽ സാധുവായ രേഖകളോടെ പ്രവേശിച്ച് അനുവദിച്ച കാലയളവിനപ്പുറം താമസിക്കുന്ന വിദേശിയാണെന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വംശപരമ്പരയാൽ പൗരത്വം നേടുന്നതുമായി ബന്ധപ്പെട്ട് 1992 ഡിസംബർ 10 മുമ്പ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ എന്ത് വ്യവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്? ഇതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ജനനസമയത്ത് പിതാവ് ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പം 1992 ഡിസംബർ 10 മുമ്പ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് പൗരത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജനനസമയത്ത് പിതാവ് ഇന്ത്യൻ പൗരനായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വിദേശ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായി മാറുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നത് എപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആരൊക്കെ പൗരന്മാരാകണമെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും വിദേശ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളിൽ ആരെല്ലാമാണ് ഇന്ത്യൻ പൗരനാകണമെന്ന് ഇന്ത്യൻ സർക്കാരാണ് ഒരു ഓർഡർ വഴി വ്യക്തമാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരിയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഒരു വിദേശ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരാണ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പ് എത്ര വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരുന്ന വ്യക്തിക്ക് പൗരത്വം ലഭിച്ചിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് 5 വർഷം. ഭരണഘടനയുടെ തുടക്കത്തിൽ പൗരത്വം ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥ ഭരണഘടന നിലവിൽ വരുമ്പോൾ തൊട്ട് മുമ്പ് കുറഞ്ഞത് 5 വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന ഒരു വ്യവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഏതാണ്? ബി ആണ് വരുന്നത്. പൗരത്വം നേടലും റദ്ദാക്കലും കേവല ഭൂരിപക്ഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ രജിസ്ട്രേഷനോ സ്വാഭാവികവൽക്കരണത്തിനോ ശേഷം 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും രാജ്യത്ത് എത്ര വർഷം തടവിലാക്കപ്പെട്ടാലാണ് പൗരത്വം റദ്ദാക്കപ്പെടാൻ സാധ്യത? ഒരാൾ രജിസ്ട്രേഷനോ സ്വാഭാവികവൽക്കരണത്തിന് ശേഷം 5 വർഷം ഏതെങ്കിലും രാജ്യത്ത് എത്ര വർഷം തടവിലാക്കപ്പെട്ടാലാണ് പൗരത്വം റദ്ദാക്കുക? ആൻസർ ഓപ്ഷൻ ബി ആണ് 2 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏക പൗരത്വം എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഏത് രാജ്യത്തിൻ്റെയാണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രിട്ടൻ. മാതാപിതാക്കളോ മുത്തശ്ശിമാരോ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പൗരന്മാരായിരുന്ന ഒരാൾക്ക് OCI കാർഡിന് യോഗ്യതയുണ്ടോ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇല്ല. നിയമപ്രകാരം ഏതെങ്കിലും കാലത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പൗരന്മാരായിരുന്ന വ്യക്തികൾക്കും പിൻഗാമികൾക്കും OCI കാർഡില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പൗരൻ തുടർച്ചയായി എത്ര വർഷം ഇന്ത്യക്ക് പുറത്ത് സാധാരണ താമസക്കാരനായിരുന്നാലാണ് പൗരത്വം റദ്ദാക്കപ്പെടാൻ സാധ്യത? ഒരു പൗരൻ തുടർച്ചയായി എത്ര വർഷം? 7 വർഷം. 7 വർഷം ഇന്ത്യക്ക് പുറത്ത് താമസിച്ചാൽ പൗരത്വം റദ്ദാക്കപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു രക്ഷിതാവ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുമ്പോൾ അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പൗരത്വത്തിന് എന്ത് സംഭവിക്കും? ഒരു രക്ഷിതാവ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പൗരത്വത്തിന് എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി, കുട്ടിക്കും പൗരത്വം നഷ്ടപ്പെടും, എന്നാൽ 18 വയസ്സിൽ പുനരാരംഭിക്കാം. നെക്സ്റ്റ്, 1948 ജൂലൈ 19 ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരാൾക്ക് പൗരത്വം ലഭിക്കാൻ എന്ത് ചെയ്യണമായിരുന്നു? 1948 ജൂലൈ 19 ശേഷം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരാൾക്ക് പൗരത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷനായി അപേക്ഷിക്കുന്നതിന് 6 മാസം മുമ്പ് ഇന്ത്യയിൽ താമസിച്ച് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.